Hello guys, welcome back to my channel. ഇന്ന് ഞാൻ എല്ലാവരും ചോദിച്ചൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ തന്നെ ഞാൻ എണീറ്റ് ഫ്രഷൊക്കെ ആയതിനു ശേഷം ഹാനിയെ നോക്കാൻ വന്നതാണ്. ഹാനിത പകുതി ഉണർന്ന് കിടപ്പുണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഹായ് പറഞ്ഞതാണേ അവള്. എന്നിട്ട് ഞാൻ എണീറ്റ് വരാൻ പറഞ്ഞപ്പോൾ അവളിതാ തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടപ്പുണ്ട്. അപ്പം ഇനി കുറച്ച് നേരം ഇങ്ങനെ കിടന്നിട്ട് അവൾ എണീറ്റ് വരുള്ളൂ. ഞാൻ അതാ വിളിക്കുന്നുണ്ട്. അവളെ മുഖം ഇരിക്കുന്ന കണ്ടില്ലേ, ഭയങ്കര ദേഷ്യവും കരച്ചിലൊക്കെയാണ്. രാവിലെ എണീക്കുമ്പോൾ ഡെയിലി ഇതില്ലായിരിക്കും, ചില ദിവസങ്ങളിലൊക്കെ ഇതുണ്ടാവാറുണ്ട്. ഇങ്ങനെ ചില ദിവസം നല്ല രീതിക്ക് എണീക്കും, ചില ദിവസം ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇനി അവളെ കൊണ്ടുപോയി ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് ഫ്രഷാക്കി എടുക്കണം. ഞാൻ ആദ്യം എടുത്തുകൊണ്ട് വന്ന് അവളെ ഒന്ന് പുറത്തൊക്കെ കാണിക്കുക വെയിൽ, എന്നിട്ടാണ് നമ്മൾ ഫ്രഷ് ആവാനായിട്ട് പോകുന്നത്. അപ്പോൾ അവൾ കുറച്ചും കൂടെ ഒന്ന് ഓക്കെ ആവും. അല്ലെങ്കിൽ വെള്ളം തൊടുമ്പോഴേ അവൾക്ക് ദേഷ്യം തുടങ്ങും. ഇപ്പോൾ കുറച്ച് ഓക്കെ ആയിട്ടുണ്ട്. വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ എനിക്കൊരു ഉമ്മയൊക്കെ തന്നിട്ട് അവളിതാ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇനി ഞാൻ അവളൊന്ന് ഫ്രഷ് ആക്കാനാണ് കൊണ്ടുവന്നത്. ഞാൻ ഇങ്ങനെ ഒരു ചെയർ ഇട്ട് കൊടുത്തിട്ട് അവളെ ഇങ്ങനെ നിർത്തി അവൾക്ക് ബ്രഷ് ചെയ്തും മുഖമൊക്കെ കഴുകി കൊടുക്കും. അങ്ങനെയാണ് ഞാൻ സ്ഥിരം ചെയ്യാറുള്ളത്. അവൾക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴെങ്കിലും മക്കളെ വാ ബ്രഷ് ചെയ്യാന്ന് പറയുമ്പോൾ അവൾ ഓടി വരും ചെയർ എടുക്കാനായിട്ട്. അതുകൊണ്ട് ഇപ്പോൾ അത് ശീലമായിട്ടുണ്ട്. അപ്പോൾ അവൾക്കും ഇങ്ങനെ ചെയ്യണമെന്നുള്ളൊരു തോന്നൽ വരുമല്ലോ. പിന്നെ ഞാൻ അവൾക്ക് പോയി ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തായിരുന്നേ. അപ്പോഴും അവളെ മുഖമൊന്നും ശരിയായിട്ടില്ലേ, എന്നാലും ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണമുണ്ട്. ഞാൻ നേരത്തെ വിളിച്ച് എണീറ്റായിരുന്നു. ഇന്നലെ രാത്രി അവൾ ഉറങ്ങിയപ്പോൾ ഒരു 1-2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവളെ നേരത്തെ എണീപ്പിച്ചത് കൊണ്ട് തന്നെ അവൾക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഒരു ദേഷ്യവും ഉണ്ടായിരുന്നേ. ഇനി ആ ഡ്രസ്സിൻ്റെ ബട്ടൺസ് ഇങ്ങനെ ഇളക്കാന്നാണ് അവളിങ്ങനെ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര എണ്ണ തേച്ച് കുളിപ്പിച്ചാലും കുറച്ച് നേരം കഴിയുമ്പോൾ അവളെ മുടി ഇതുപോലെ ആവേ, നന്നായിട്ട് അങ്ങ് പറന്നു പോവും. പക്ഷെ നല്ല ഭംഗിയുള്ള മുടിയാണ് അവൾക്ക്. പിന്നെ ഞാൻ അവളെയും കൂടെ കിച്ചണിലേക്കാണ് പോയത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കാനാണ് ഞാനും ഹാനിയും കൂടെ പോയത്. അപ്പോൾ രാവിലെ ഇന്ന് ഇഡ്ഡലി സാമ്പാറും ആയിരുന്നേ. ഹാനിക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഹാനിക്ക് സാമ്പാറും കുഴച്ച് കൊടുക്കുമ്പോൾ അവളത് നന്നായിട്ട് കഴിക്കും. അങ്ങനെ ഞാനും ഹാനിയും കൂടെ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് അവളെ സ്ഥിരം പ്ലേസിൽ ഇരുത്തിയിട്ടുണ്ട്. ഇത് അവളൊരു ജയിലിൽ നിന്ന് തന്നെ പറയാമേ. ഫുഡ് കഴിക്കാനായിട്ട് അവൾ എപ്പോഴും ഇവിടെ ഇരുത്തുമ്പോൾ അവൾക്ക് കറക്റ്റ് അറിയാം, അല്ലാതെ അവൾ ഇരിക്കുകയും ഇല്ല ഇതിൻ്റെ അകത്ത്. പിന്നെ അങ്ങനെ ഇഡ്ഡലി സാമ്പാറും കഴിക്കാൻ വേണ്ടി പോവുകയാണേ. ഹാനിക്ക് ഞാൻ ഇതുപോലെ ഒന്ന് വാരി കൊടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ കണ്ടോ, ഇതിലേക്കൊരു കാര്യം കൂടെ ഉണ്ട്. ഞാനിത് വെക്കുമ്പോൾ ആദ്യമൊന്നും സമ്മതിക്കുന്നില്ല, പിന്നീട് ഞാൻ എങ്ങനെയോ വഴക്ക് പറഞ്ഞൊക്കെ അവളൊക്കെ വായിൽ വെക്കുന്നുണ്ട്. ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ അവൾ താഴേക്ക് തുപ്പിയിട്ടിട്ടുണ്ട്. ഇതിവിടെ സ്ഥിരമുള്ളതാണ്. കുറച്ചൊന്ന് നിർബന്ധിച്ചാൽ മാത്രമേ അവൾ ഫുഡ് കഴിക്കുകയുള്ളൂ. എത്ര ഇഷ്ടമുള്ള ആഹാരമായിരുന്നാലും അവൾ അതങ്ങനെ ചെയ്യാറുള്ളൂ. കഴിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ എണീറ്റ് നിന്ന് അവളെ ഊഞ്ഞാലാട്ടാൻ തുടങ്ങി. ഇങ്ങനെ ആട്ടി കൊടുത്താൽ പിന്നും അവൾ കഴിക്കും. നമ്മൾ സ്പീഡിനൊക്കെ ആട്ടുമ്പോൾ അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അത് അവളങ്ങനെ ആട്ടുമ്പോൾ കഴിക്കാറുണ്ട്. അങ്ങനെ പക്ഷേ എത്രയോ നേരം അവളെ ഇറക്കുന്നവരെ ഒരാളിങ്ങനെ തന്നെ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും കിച്ചണിൽ പോയി ഇഡ്ഡലി സാമ്പാറും എടുത്തുകൊണ്ട് വന്നായിരുന്നേ. എനിക്ക് ഇഡ്ഡലി സാമ്പാർ നല്ല ഇഷ്ടമാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് മിക്കവാറും ഇവിടെ ഇഡ്ഡലി സാമ്പാറും ഉണ്ടാക്കാറുണ്ട്. ആവിയിലെ ആഹാരവും കൂടെ ആയതുകൊണ്ട് ഏറ്റവും നല്ല ആഹാരമാണല്ലോ. ഹാന്യത ബേക്കിൽ ഊഞ്ഞാലിരുന്ന് ആടുന്നതേ ഉള്ളൂ. പിന്നെ എൻ്റെ ബേക്കിൽ കണ്ടില്ലേ കുറേ തുണികളൊക്കെ വിരിച്ചിട്ടിരിക്കുന്നത്. ഹാനിയരെയും ഹയറേരെയും തുണികളൊക്കെയാണ്. മഴയായതുകൊണ്ട് ഉണങ്ങൂല. അപ്പോൾ വെയിൽ വരുമ്പോൾ എടുത്ത് പുറത്തിടും, മഴ പെയ്യുമ്പോൾ എടുത്ത് അകത്തിടും. ഇതാണ് ഇവിടെ ഡെയിലി നടക്കുന്നത്. അപ്പോൾ ഉണങ്ങാൻ വേണ്ടി ഹാളിൽ വിരിച്ചിരിക്കുകയാണ്. കൊച്ചു കുട്ടികളൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടണോ. പിന്നെ ഞാൻ റൂമിൽ വന്നിട്ട് കഴിക്കാൻ പോകുന്നത് അരിഷ്ടമാണ്. ഇതെനിക്ക് കഴിക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്. പക്ഷേ ഉമ്മാരെ നിർബന്ധത്തിനാണ് ഞാനിത് കുടിക്കുന്നത് തന്നെ. ദശമൂല അരിഷ്ടവും ജീരക അരിഷ്ടം പിന്നെ കുറിഞ്ഞിക്കുഴമ്പ്, ഇത് മൂന്നുമാണ് കുടിക്കാനുള്ളത്. എൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എനിക്കിത് ഒട്ടും ഇഷ്ടമില്ല. പിന്നെ കുറിഞ്ഞിക്കുഴമ്പിന് ചെറിയൊരു മധുരം ഉള്ളതുകൊണ്ട് അത് പിന്നും കഴിക്കും. എന്നാലും ഞാൻ ഉമ്മയോട് പറയും കുറച്ചും കൂടെ മധുരം ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. ഇത് വേറെ എന്തോ കൂടെ ഇതിൽ ചേർക്കുന്നുണ്ടോ. അതിനെ ഞാൻ വെള്ളം കുടിക്കാനായിട്ട് വിളിച്ചപ്പോൾ അവളതാ ഓടി വരുന്നുണ്ട്. പക്ഷേ ഈ ഓടി വരക്കം മാത്രമേ ഉള്ളൂ. അവൾ വെള്ളമൊന്നും കുടിക്കാറില്ല. അതാ ഈ കൊടുക്കുന്ന ഒരു കവിള് മാത്രം കുടിക്കും, അതിനുശേഷം അങ്ങ് തുപ്പിയിടും. ഇതാണ് ചെയ്യാറുള്ളത്. വീണ്ടും വീണ്ടും കൊടുത്താലും അവൾ കുടിക്കാറില്ല. പെട്ടെന്ന് തന്നെ അവൾക്ക് വെള്ളം അങ്ങ് മണ്ടേ കയറും, പിന്നെ അവൾ തൊടൂല. ശേഷം ഞാനും ഹാനിയും കൂടെ ഒന്ന് പുറത്തേക്ക് പോയായിരുന്നു. പുറത്ത് പോയപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. അവളുടെ പൂച്ചയാണ് നോക്കുന്നത്. പൂച്ച അവിടെ ഉണ്ട്. അപ്പോൾ അതിനെ കണ്ടിട്ടാണെന്നാണ് അവൾ പറയുന്നത്. വെയിൽ കണ്ടുകൊണ്ട് തന്നെ ഹയറേരെ ഹാങ്ങർ കൊണ്ട് ഞാൻ പുറത്തിട്ടിട്ടുണ്ട്. കുറച്ച് ഉണങ്ങാനുണ്ടായിരുന്നു. പിന്നെ ഇത് ഹാനിയുടെ ഹയറേരെയും തുണിയും അത് കഴുകാനായിട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. ഞാൻ അതാ ചുമ്മാ വെറുതെ പുറത്ത് നിൽപ്പുണ്ട്. എനിക്കൊരു പണിയും ഇല്ല ഇവിടെ. ഞാൻ ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽപ്പുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഉമ്മ കഴുകി കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് തുണിയൊക്കെ ഒന്ന് വിരിക്കാൻ പറഞ്ഞു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാനത് ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ ഹാനിയുടെ ഹയറേരെ തുണിയൊക്കെ ഉമ്മ കഴുകി വെച്ച് കഴിഞ്ഞാൽ ഞാനെടുത്ത് വിരിക്കുന്നതാണ്. ആ സമയത്തൊക്കെ നല്ല വെയിലുണ്ടായിരുന്നേ. വെയിൽ കുറേ ദിവസമായി കൊള്ളാത്തത് കൊണ്ട് തന്നെ
വെയിൽ കൊള്ളാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം നമുക്ക് ബോഡിക്കൊക്കെ നല്ലൊരു ഉന്മേഷം കിട്ടും വെയിൽ വരുമ്പോൾ. പക്ഷേ വെയിൽ കൂടുതലായാലും എല്ലാവരും പറയും സൂര്യാഘാതം, പുറത്തിറങ്ങിക്കൂടാ എന്നൊക്കെ പറയും. പക്ഷേ മഴ കൂടുതലായാലും അതും പ്രശ്നം, വെള്ളപ്പൊക്കം അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇത് രണ്ടും ഒരുപോലെ ഇങ്ങനെ മാറി മാറി നിൽക്കുന്നതാണ് നല്ലത്. രണ്ടും ഒരുപോലെയൊക്കെ നിൽക്കണം, എന്നാലേ രസമുള്ളൂ. പുറത്ത് ഇപ്പോൾ നല്ല വെയിലുണ്ട്, ഞാൻ നിൽക്കുമ്പോൾ കണ്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. മഴ മാറി വെയിൽ വന്നുകൊണ്ട് തന്നെ ചെടികൾക്കൊക്കെ ഒരു ഉഷാറ് വന്നിട്ടുണ്ട്. കാരണം അവർക്ക് മഴയത്ത് വെള്ളവും കിട്ടിയിട്ടുണ്ട്, വെയിലും അടിക്കുമ്പോൾ അവരൊന്ന് നൂന്ന് നിൽപ്പുണ്ട്. ഇവിടെ വാപ്പയാണ് ഇതൊക്കെ നോക്കാറുള്ളത്. കുറച്ച് ചെടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മഴയായപ്പോൾ കുറേയൊക്കെ അങ്ങ് പോയേ. പിന്നെ വാപ്പാക്ക് കുറച്ച് ടൈമൊന്നും കിട്ടാറില്ലല്ലോ. ഹാനി എൻ്റെ കൂടെ തുണിയൊക്കെ വിരിക്കാൻ വന്നതിനായിട്ട് ഫുൾ നനഞ്ഞ് നിൽപ്പുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാണി പറന്നു പോയതാണ്. അവളെ പേടിച്ചോടി എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. പിന്നെ ഞാൻ ഹാനിയെ കൊണ്ടുപോയി ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തായിരുന്നു. എന്നിട്ട് ഇതാ ഹൈറയുടെ അടുത്ത് വന്ന് കിടപ്പുണ്ട്. ഹൈറ എപ്പം ബെഡി കിടത്തുന്ന കണ്ടാലും അവളും വന്ന് അടുത്ത് കിടക്കും. അത് അവൾക്ക് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇന്നിതാ ഹൈറയെ കുളിപ്പിക്കാനുള്ള പരിപാടിയാണ്. ഞാൻ അവളെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട്. ഉമ്മ എണ്ണയൊക്കെ തേച്ചങ്ങ് കുളിപ്പിച്ചോളും. ഹൈറ എണ്ണയൊക്കെ തേച്ച് കിടത്തിയിട്ടുണ്ട്. ഹാനിക്ക് ഞാൻ എണ്ണ തേച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നോർമൽ കോക്കനട്ട് ഓയിലാണ് രണ്ടുപേർക്ക് ഉപയോഗിക്കാറുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് അനിയത്തി കൊണ്ടുവന്ന് മാംഗോ കൊടുത്തപ്പോൾ അവിടെ അത് ചിരിച്ചുകൊണ്ട് പോയി കഴിക്കുന്നുണ്ട്. എണ്ണ തേക്കണമെന്ന് അവൾക്ക് വലിയ ഇഷ്ടമില്ല. പിന്നെ എങ്ങനെയും പിടിച്ച് കെട്ടി വേണം അവൾക്ക് എണ്ണ തേച്ച് കൊടുക്കാൻ. അങ്ങനെ ഒരു വിധത്തിൽ ഇതാ അവൾ കരഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. ഒരു വിധത്തിൽ അവളെയും പിടിച്ചുകൊണ്ട് വന്നത് എണ്ണ തേക്കുന്നുണ്ട്. തലയിൽ മാത്രമേ ഞാൻ തേക്കാറുള്ളൂ, ഒട്ടും സമ്മതിക്കാറില്ല. കണ്ടില്ലേ, ഹൈറ എണ്ണ തേച്ച് കിടത്തിയാൽ ഉടനെ തന്നെ ഭയങ്കര കരച്ചിലായിരിക്കും. ഒരു 5 മിനിറ്റ് പോലും അവളിങ്ങനെ കിടക്കൂല. പിന്നെ എങ്ങനെയൊക്കെയാണ് അവളെ ഒന്ന് കിടത്താറുള്ളത്. അങ്ങനെ ഉമ്മ അതാ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ അപ്പോഴേക്കും ബെഡൊക്കെ ഒന്ന് സെറ്റ് ആകുന്നുണ്ട്. ഹാനിയുടെ ഹൈറയുടെയും തുണികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് ഞാൻ മാറ്റുന്നുണ്ട്. പിന്നെ ഹാനിയുടെ കുറച്ച് പാവകളും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബെഡൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഉമ്മ കുളിപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തോർത്തും കൊണ്ട് വാവയെ വാങ്ങിക്കാനായിട്ട് പോയി. ഹൈറ ഇതാ കൊണ്ടുവന്നിട്ടുണ്ട്. കുളിപ്പിച്ച് ഇതാ സുഖമായിട്ട് ഇരിപ്പുണ്ട്. കുളിപ്പിക്കുമ്പോഴും ഭയങ്കര കരച്ചിലാണ് അവള്. അങ്ങനെ ഞാൻ കൊണ്ടുവന്നത് ആ വെള്ളമൊക്കെ അത് തുടച്ചെടുക്കുന്നുണ്ട്. അതിനൊക്കെ അവൾ ഇരുന്ന് തരും. അവൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ചില സമയത്ത് മാത്രം ഭയങ്കര കരച്ചിലായിരിക്കും. അങ്ങനെ ഞാൻ എല്ലാ സ്ഥലവും ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ അവൾ കരയുന്നുണ്ടെങ്കിൽ ഞാൻ നേരെ തന്നെ ഫീഡ് ചെയ്തിട്ട് പിന്നെ ഡ്രസ്സൊക്കെ ഇടാറുള്ളൂ. ഇപ്പോൾ കരയാറെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫീഡ് ചെയ്യാമെന്ന് വിചാരിച്ചു, തണുക്കും എന്നുള്ളത്. അപ്പോഴേക്കും ഇത് ഹാനിയ വന്ന് എൻ്റെ മടിയിലിരുന്ന് എൻ്റെ ഫോൺ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഞാൻ ഫോൺ വാങ്ങിയതിനാണ് ഇരുന്ന് കരയുന്നത്. അവൾക്ക് ക്യാമറയിൽ പോസ്റ്റ് ചെയ്യാനാണ് അവൾ വന്നത്. അങ്ങനെ ഞാൻ ഹയർ ഫീഡൊക്കെ ചെയ്തിട്ട് ഇതാ ഗ്യാസ് ബബ് ചെയ്യുന്നതാണ്. ആദ്യമൊക്കെ എനിക്കിത് ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു. ഉമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു. ഇപ്പോൾ അതങ്ങ് ശീലിപ്പിച്ചു. പിന്നെ ഇത് ഹാനിയും പോയി കുളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് അവൾക്ക് ഡ്രസ്സ് ഇടുന്നതാണ്. അതിനാണ് ഈ കരച്ചിൽ. അത്രയും നല്ല ഉറക്കം വരുന്നുണ്ട്. രാവിലെ എണീറ്റിട്ട് ഇടയ്ക്കൊന്ന് ഉറങ്ങിയതുകൊണ്ട് അവൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അതിനാണ് ഈ നിർബന്ധം കാണിക്കുന്നത്. അങ്ങനെ ഞാൻ അവളെ എങ്ങനെയോ എന്തൊക്കെയോ പറഞ്ഞ് സോപ്പിട്ടാണ് ഈ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അവളെ ഉറക്കാനായിട്ടാണ് കിടത്താൻ പോണത്. ഇങ്ങനെ തൊട്ടിലിൽ കിടത്തി ആട്ടിക്കൊണ്ടിരിപ്പുണ്ട്. ഉടനെ തന്നെ ഉറങ്ങും. നല്ല ഉറക്കം വരികയാണെങ്കിൽ ഒരു 5 മിനിറ്റ് ആട്ടിയാൽ തന്നെ അവൾ ഉറങ്ങും. പിന്നെ ഞാൻ ഹയറയ്ക്ക് ഇതാ മരുന്നാണ് കൊടുക്കാൻ പോകുന്നത്. ഇത് ഞാൻ ഡെയിലി കൊടുക്കുന്ന ഒരു വിറ്റാമിൻ്റെ മരുന്നാണ്. ഇത് 1 വയസ്സ് വരെ കൊടുക്കാനാണ് ഡോക്ടർ പറഞ്ഞത്. ഹാനിക്ക് ഇത് തന്നിട്ടുണ്ടായിരുന്നു. ഹാനിക്ക് സമയത്ത് ഞാൻ ഇതുപോലെ കുളിപ്പിച്ച് കൊണ്ടുവന്നോടനെ ഞാൻ കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ നോർമലി മറന്നു പോകും. അങ്ങനെ അതും കൊടുത്തിട്ട് ഇത് ഹൈറത അത് കുറേയൊക്കെ അങ്ങ് തുപ്പിക്കളയും. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ കൊടുത്തിട്ട് ഇത് അവിടെ വന്ന് ഉറക്കാനുള്ള പരിപാടിയാണ്. പകുതി കണ്ണടഞ്ഞ് ഉറങ്ങി വന്നിട്ടുണ്ട്. നമ്മളെ കയ്യിലിരിക്കുമ്പോൾ അവൾ ഉറങ്ങും. ഞാൻ കൊണ്ടുപോയി കട്ടിലിലോ തൊട്ടിലിലോ കിടത്തുകയാണെങ്കിൽ അവളിതാ ഉണരും. പക്ഷേ ഇന്ന് ഭാഗ്യത്തിന് കുളിപ്പിച്ചുകൊണ്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോഴേക്കും ഇതാ ഹാനി എണീറ്റിട്ടുണ്ടായിരുന്നു. അവളിതാ തൂഞ്ഞാലിരുന്ന് അടുത്ത ഫുഡ് കഴിക്കുന്നതാണ് ഇത്. അവളെ കയ്യിലിരിക്കുന്നത് പെറ്റ്സിൻ്റെ ആനിമൽസിനെ എന്നെ കാണിക്കുന്നതാണ് ഇത്. ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മുറ്റമൊക്കെ നന്നായിട്ട് ഉണങ്ങിക്കിടപ്പുണ്ടായിരുന്നേ. പിന്നെ ഞാൻ കുറച്ച് നേരം പുറത്തിറങ്ങി നിന്നപ്പം കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോയി അത് വാങ്ങിയിട്ട് വന്നായിരുന്നേ. ഇതിലെന്താണെന്നുള്ളത് ഞാൻ ഷോർട്സിൽ ഇട്ടേക്കാമേ, എല്ലാവരും പോയി കാണണേ. ഞാൻ ഇറങ്ങിപ്പോയതോ കൊറിയർ വന്നതോ ഒന്നും ഹാനി അറിഞ്ഞിട്ടില്ലായിരുന്നേ. അതുകൊണ്ട് തന്നെ അവൾ ഇറങ്ങി വന്നില്ല. അവളതോ ഫുഡ് കഴിക്കുന്നതേ ഉള്ളൂവേ. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം അവൾ വരച്ച പിക്ചർ കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് കാണിക്കുന്നതാണ്. അവൾ എങ്ങനെയൊക്കെയോ വരച്ചിട്ടുണ്ട്. നല്ലൊരു ബുക്കായിരുന്നു. അതിനെ കോളോ ആക്കിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ സമയം പോയായിരുന്നു. ഉച്ചയായത് അറിഞ്ഞതേ ഇല്ല. പിന്നെ ഞാൻ പോയി ചോറ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ചോറിൻ്റെ കൂടെ ചോറും പരിപ്പും വെണ്ടയ്ക്ക വിഴുക്കും പയറ് തോരനും ഫിഷ് ഫ്രൈയും ആയിരുന്നേ. ഇപ്പോൾ ഇവിടെ മീൻ കിട്ടാത്തതുകൊണ്ട് തന്നെ ഫിഷ് ഫ്രൈ കഴിച്ചിട്ട് കുറേ ദിവസമായിരുന്നേ. അങ്ങനെ അതും കൂട്ടി നല്ലോണം തന്നെ ഫുഡ് കഴിച്ചായിരുന്നേ. അപ്പോഴേക്കും വീണ്ടും ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. കൊറിയർ എന്ന് പറയാൻ പറ്റില്ല, പോസ്റ്റ് ഓഫീസിൽ നിന്ന് എന്തോ ഒരു പേപ്പർ വന്നതാണ്. ഹാനിയത അതും നോക്കി നിൽപ്പുണ്ട്. എന്നിട്ട് ഞാൻ അതിനുശേഷം മധുരത്തിനോടുള്ള ക്രേവിങ്സ് ഉള്ളത് കൊണ്ട് തന്നെ വാപ്പ വാങ്ങിക്കൊണ്ടുവന്ന ഈ ഒരു സാധനം ഉണ്ടായിരുന്നേ. അത് ഹാനിയെ കാണാതെ ഞാൻ ഒളിച്ചാണ് എടുത്ത് കഴിക്കുന്നത്. അവൾ
അവൾ കണ്ടാൽ അവൾക്ക് കൊടുക്കേണ്ടി വരുമല്ലോ, ഇതുപോലെ സാധനം കൊടുക്കാറില്ല. പിന്നെ ഇതാ ഈ രസഗുളയും ബ്രെഡ് വെച്ചുള്ളൊരു സാധനവും അനിയത്തി ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഞാൻ അതും കഴിച്ചായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയി കുളിച്ചിട്ട് വന്നേ. ഇതാ കണ്ടില്ല, കുളിച്ചിട്ട് വന്നിട്ട് ഇനി അടുത്ത പരിപാടി സ്കൂട്ടർ കഴുകുന്നതാണ്. ഇതൊക്കെ എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തൊരു സ്കൂട്ടറാണ്. പക്ഷേ ഇതുവരെ എനിക്കിതൊന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത് ഫുള്ള് ഇപ്പോൾ പൊടിയടിച്ചിരിപ്പുണ്ട്. ഇത് കര വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നതേ ഉള്ളൂ. ഇനി വേണം എനിക്കിതൊന്ന് കഴുകി എടുത്തിട്ട് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞതിന് ശേഷം എനിക്കും ഇതൊന്ന് ഡ്രൈവ് ചെയ്ത് പഠിക്കാനായിട്ട്. ഗ്ലാസ്സിലും ഫുൾ പൊടിയായിട്ടിരിപ്പുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഹൈക്ക ഇത് എടുക്കാറില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഇത് ഫുൾ പൊടി പിടിച്ചിരിപ്പുണ്ട്. ഞാൻ ഇവിടെ വന്ന് ഓസ് നോക്കിയപ്പോൾ ഓസിൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ട്, പക്ഷേ പൈപ്പും ഈ ഓസിൻ്റെ സാധനവും തമ്മിൽ ബന്ധപ്പെടുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം എടുക്കാം, അതിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റിയില്ല. പിന്നെ പോയി ബക്കറ്റും വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് അങ്ങനെയാണ് കഴുകുന്നത്. ഇത് ഹാനിത് ആദ്യമേ കഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. അവൾക്ക് ഇങ്ങനത്തെ കാര്യമൊക്കെ ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം. അത് കൂടെ നിർത്തി ഞാൻ ചെയ്യിക്കാറുമുണ്ട്. അവളെ വണ്ടി അവൾ തന്നെ കഴുകുന്നുണ്ട്. ഞാനൊട്ടും പ്രതീക്ഷിക്കാതെയാണ് എനിക്ക് ബർത്ത്ഡേക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ചെയ്തത്. എനിക്ക് 18 വയസ്സിൽ തന്നെ ഞാൻ ലൈസൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാരേജ് കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്കൂട്ടർ ഓടിച്ചിട്ടില്ലായിരുന്നു. അതിന് മുന്നേ വരെ ഓടിക്കാറുണ്ടായിരുന്നു. ഇതുവരെ എനിക്ക് ഈ സ്കൂട്ടർ ഒന്നും ഡ്രൈവ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഈ സ്കൂട്ടർ ഇറങ്ങിയത് തന്നെ നമ്മൾ ഷോറൂമിൽ നിന്ന് ഇറക്കിയത് സെപ്റ്റംബർ 4-നായിരുന്നു. സെപ്റ്റംബർ 8 ആയപ്പോൾ ഞാൻ രണ്ടാമത് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് സ്കൂട്ടർ ഓടിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. ഇനി വേണം, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വേണം എനിക്കിതൊന്ന് ഇവിടെ നിന്ന് പഠിച്ചിട്ട് വേണം ഇനി എനിക്ക് അങ്ങ് പോകാൻ. അതിനാണ് ഞാൻ സ്കൂട്ടറിനെ ഇങ്ങ് എടുത്തുകൊണ്ട് വന്നത് തന്നെ. അങ്ങനെ പൊടിയൊക്കെ കഴുകി ഞാൻ തുടച്ചെടുക്കുന്നുണ്ട്. ഇത് യമഹയുടെ റേ XR എന്ന് പറഞ്ഞൊരു സ്കൂട്ടറാണ്. ഇതെന്നെ കാണിച്ചിട്ട് തന്നെയാണ് ഇക്ക എടുത്തത്. പക്ഷേ ഇത് എനിക്കാണ് എടുക്കുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇക്കാര്യം ഒരു ഫ്രണ്ടിൻ്റെ വൈഫിന് എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു എന്നെ ഷോറൂമിലേക്ക് കൊണ്ടുപോയത്. എന്നെ ഹോണ്ട ഷോറൂമിലേക്കും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, യമഹ ഷോറൂമിലും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നതിന് ശേഷം എൻ്റെ ഹൈറ്റൊക്കെ നോക്കിയതിന് ശേഷമാണ് ഇക്ക ഈ വണ്ടി ബുക്ക് ചെയ്തത്. പക്ഷേ ഇത് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നേ. എനിക്ക് സർപ്രൈസായിട്ട് കിട്ടിയൊരു ഗിഫ്റ്റാണ്. അപ്പോഴേക്കും വണ്ടിയൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴേക്കും ഹാനി ഫുൾ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളെ ഡ്രസ്സ് മാറ്റാനായിട്ട് ഞാൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതാ ഞാനും ഹാനിയും കൂടെ പിടിയും വലിയും നടത്തുന്നുണ്ട്. അവൾക്ക് ഡ്രസ്സ് ഇങ്ങനെ മാറ്റി കൊടുക്കണമെന്ന് ഇഷ്ടമില്ല. ഇവിടെ ഒരു ദിവസം 4 നേരമെങ്കിലും ക്ലീൻ ചെയ്യാറുണ്ട്. പിന്നെ കുറച്ച് പൊടി കിടന്നപ്പോൾ ഞാൻ പോയി ക്ലീൻ ചെയ്ത് കൊടുത്തായിരുന്നു. എന്നിട്ട് കിച്ചണിൽ വന്ന് നോക്കിയപ്പോൾ ഉമ്മ ഇവിടെ കാച്ചിൽ അവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നല്ല കട്ടനും തിളയ്ക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ വായിൽ വെള്ളം കുറഞ്ഞില്ലേ. അങ്ങനെ കാച്ചിലും മുളകും ചമ്മന്തിയും കട്ടനും കൂടെ ആയിട്ട് നമ്മൾ വൈകിട്ടിരുന്ന് ഒരുമിച്ചിരുന്ന് കഴിച്ചായിരുന്നേ. എനിക്കിങ്ങനെ അവിക്കുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചേമ്പ് മുട്ട, ചീനിക്കിഴങ്ങ്, അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. ചീനിക്കിഴങ്ങ് കൊച്ചുകുട്ടികൾക്ക് നല്ലൊരു ആഹാരമാണ്. പക്ഷേ ഹാനിയെ മുമ്പ് കഴിക്കുമായിരുന്നു, ഇപ്പോൾ അവൾ അതിൻ്റെ അടുത്തോട്ടേ പോകില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു കട്ടനും കൂടെ കൊടുക്കും. അപ്പോഴേക്കും ഹാനിയുടെ അടുത്ത ഉറക്കത്തിലായിട്ടുണ്ട്, നല്ല ഉറങ്ങിയിട്ടുണ്ട്. അവൾക്ക് നല്ല ക്ഷീണം കാണും. വണ്ടിയൊക്കെ കഴുകാൻ എൻ്റെ കൂടെ വന്നതല്ലേ. പുറത്തിറങ്ങി നോക്കിയപ്പോൾ മഴ നല്ല ലക്ഷണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇതുപോലെ ഇരുന്ന് മടക്കുന്നുണ്ട്. ഹാനിയുടേതും ഹൈറയുടേതും ഞാൻ പ്രത്യേകം സെപ്പറേറ്റ് ആക്കി വെക്കാറുണ്ട്. ഒരു ബാഗിലാക്കിയാണ് ഞാൻ ഇതുപോലെ വെക്കാറുള്ളത്. അല്ലെങ്കിൽ പിന്നീട് നമ്മൾ എടുക്കാൻ നേരത്തെ അത് മാറിപ്പോവും. ചിലപ്പോൾ ഹാനിയായിരിക്കും വന്ന് എടുക്കുന്നത് തന്നെ. ഹാനി ഇവിടെ ഒരു പാട്ടിട്ട് കൊടുത്തപ്പോൾ അതിനോടത്ത് ഡാൻസ് കളിക്കുന്നതാണ്. ഇത് ഒരു പാവയും കയ്യിലുണ്ട്, 2 പേരും കൂടെ ആയിട്ടിരുന്ന് ഡാൻസ് കളിക്കുന്നതാണ്. അവൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ രാത്രിയത്തേക്കുള്ള ഫുഡ് കിച്ചണിൽ തയ്യാറാക്കുന്നുണ്ടായിരുന്നേ. ഇന്ന് ചിക്കൻ ചുക്കയാണ് തയ്യാറാക്കുന്നത്. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ദോശയുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ഡിന്നറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ദോശയും ചിക്കൻ ചുക്കയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ ചുക്കയ്ക്ക്. ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ചുക്കയെന്ന് തന്നെ പറയാം. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടേക്കാവേ, എല്ലാവരും പോയി കാണണേ. ആനിക്കും ഈ ചിക്കൻ ചുക്ക നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, അവളും കഴിച്ചിട്ടുണ്ടായിരുന്നു. ചില ദിവസം ഇങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഒരു ദിവസം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.